വെൽക്കം. തഹമനാണ് മൈക്രോബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ സ്ട്രെപ്റ്റോകോക്കസിനെ കുറിച്ചിട്ടാണ്. സ്ട്രെപ്റ്റോകോക്കസിനെ പറ്റി ക്ലാസിഫിക്കേഷൻ, ദെൻ ടൈപ്സ്, ടെസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാം. ഇൻഡിവിജ്വൽ ഓർഗാനിസംസിനെ പറ്റി നമുക്ക് പിറകെ ഓരോന്നോരോന്നായിട്ട് പിറകെ പറയാം. സോ ഗ്രാം പോസിറ്റീവ് കോക്കയെ പറ്റി നമ്മൾ പഠിപ്പിച്ചപ്പോൾ നമ്മൾ രണ്ട് ബാക്ടീരിയ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചത്. വൺ വാസ് സ്റ്റെഫൈലോകോക്കയാണ്, സ്റ്റെഫൈലോ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ട്രെപ്റ്റോകോക്കെ. സോ സ്ട്രെപ്റ്റോകോക്കയെ പറ്റിയാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി സ്റ്റെഫൈലോകോക്കയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ സ്റ്റെഫൈലോകോക്ക എന്താണ്? ഇറ്റ്സ് എ ഗ്രാം പോസിറ്റീവ് കോക്ക ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് ഗ്രാം സ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു പർപ്പിൾ സ്റ്റെയിൻ കിട്ടും. സോ കോക്കയാണ്. കോക്ക എന്ന് പറയുമ്പോൾ റൗണ്ട് ഓർ സ്ഫെറിക്കൽ ആണ്. സോ റൗണ്ട് ആകാം, സ്ഫെറിക്കൽ ഷേപ്പ് ആണ് ഇതിന്റെ ഷേപ്പ്. ആൻഡ് സ്റ്റെഫൈലോകോക്ക നമ്മൾ പറഞ്ഞത് മുന്തിരിക്കുല പോലെ കോളനീസ് ആണ് എന്നാണ് സ്റ്റെഫൈലോകോക്കയുടെ കാര്യം. പക്ഷെ ഇത് സ്ട്രെപ്റ്റോകോക്ക വളരുന്നത് യൂഷ്വലി പെയർ ആണ്. കോളനി അറേഞ്ച്മെന്റ് ആണ് ഞാൻ പറയുന്നത്, പെയർ ആണ്. ആൻഡ് ഓൾസോ ഇൻ ചെയിൻ. സോ ഇൻ ചെയിൻസ് ആണ് ഇത് കാണുക. ചെയിൻ പോലെ, ട്വിസ്റ്റഡ് ചെയിൻ പോലെയാണ് മോർഫോളജിക്കലി. ട്വിസ്റ്റഡ് കോയിൽസ് ഓർ ചെയിൻസ് എന്നാണ് പറയുന്നത്. സ്റ്റെഫൈലോകോക്കയെ കണ്ടുപിടിച്ച ആളുടെ പേര് ഞാൻ അവിടെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് അലക്സാണ്ടർ ആണ് കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ആണെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ബിൽ റോത്ത് ഇൻ 1874. ഇനി ഏത് ബാക്ടീരിയയെ പറ്റി പറഞ്ഞാലും മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയണം എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ചോദ്യം, വെദർ ഇറ്റ് ഈസ് മോട്ടൈൽ ഓർ നോട്ട്. മോട്ടൈൽ ആണോ അല്ലയോ? അപ്പൊ സ്ട്രെപ്റ്റോകോക്ക മോട്ടൈൽ ആണോ അല്ലയോ? സോ ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ ആണ്. സ്റ്റെഫൈലോകോക്കയും നോൺ മോട്ടൈൽ ആയിരുന്നു. രണ്ടാമത്തത്, വെദർ ഇറ്റ് ഈസ് സ്പോർ ഫോമിംഗ് ആണോ അല്ലയോ? സോ ഇവിടെയും ഉത്തരം നോൺ സ്പോർ ഫോമിംഗ് എന്നാണ്. ഇവിടെയും നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ ഒരു ചോദ്യം, വെദർ ഇറ്റ് ഈസ് കാപ്സുലേറ്റഡ് ഓർ നോട്ട്. ഇവിടെ സ്ട്രെപ്റ്റോകോക്കയിൽ ചിലതിന് ക്യാപ്സ്യൂൾ ഉണ്ട്. സോ സം ആർ കാപ്സുലേറ്റഡ്, സം ആർ നോൺ കാപ്സുലേറ്റഡ്. മിക്കവാറും അധികവും നോൺ കാപ്സുലേറ്റഡ് ആണ്. എങ്കിലും ഉദാഹരണത്തിന് ഗ്രൂപ്പ് ABCD വിഭാഗത്തിൽ വരുന്ന ബീറ്റ ഹൈമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയുടെ കാര്യമാണ്. അതൊക്കെ എന്താണെന്ന് ഞാൻ പുറകെ പറയാം. സോ അത് കാപ്സുലേറ്റഡ് ആണ്. ബാക്കി എല്ലാം നോൺ കാപ്സുലേറ്റഡ് ആണ്. ഇപ്പോൾ ക്യാപ്സ്യൂൾ ക്യാൻ ബി ഓഫ് ഹയാലുറോണിക് ആസിഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പോളിസാക്കറൈഡ്. ഹയാലുറോണിക് ആസിഡ് ഉള്ളത് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിലാണ്. പോളിസാക്കറൈഡ് ഉള്ളത് ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് ഡിയിലൊക്കെ ആയിരിക്കും. സോ വ്യത്യാസം ഉണ്ടാകാം. ഇനി സ്ട്രെപ്റ്റോകോക്കയും സ്റ്റെഫൈലോകോക്കയും ഇത് തമ്മിൽ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? ദാറ്റ് ഈസ് കാറ്റലൈസ് ടെസ്റ്റ് ആണ്. കാറ്റലൈസ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ സ്റ്റെഫൈലോകോക്കസ് ആണോ സ്ട്രെപ്റ്റോകോക്കസ് ആണോ എന്ന് നമുക്കറിയാം. സോ സ്റ്റെഫൈലോകോക്കസ് കാറ്റലൈസ് പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റെഫൈലോകോക്കസ് പക്ഷെ എല്ലാ നമ്മളിവിടെ പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസിനെ കുറിച്ചിട്ടാണ്. സ്ട്രെപ്റ്റോകോക്ക ഈസ് കാറ്റലൈസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്. വേറെ ടെസ്റ്റ് കൂടി ഉണ്ട്, ഓക്സിഡേസ് ടെസ്റ്റ് ഉണ്ട്. ഓക്സിഡേസ് നെഗറ്റീവ് കൂടി ആണ്. ഏത്? സ്ട്രെപ്റ്റോകോക്കസ് ഈസ് ഓക്സിഡേസ് ടെസ്റ്റ് എന്തുമായിട്ട് നോക്കാൻ, അത് മൈക്രോകോക്കസുമായിട്ട് ഡിസ്റ്റിങ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് ആണ്. സോ ഇത് രണ്ടും നെഗറ്റീവ് ആണ് സ്ട്രെപ്റ്റോകോക്ക. അപ്പൊ ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് സ്ട്രെപ്റ്റോകോക്കൈ? നമുക്കപ്പോൾ സ്ട്രെപ്റ്റോകോക്കയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങാം. നമുക്കതിനൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓക്സിജൻ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് രണ്ട് തരമാക്കാം. ഒന്ന് ഓക്സിജൻ ടോളറേറ്റ് ചെയ്യാത്തത് നമ്മൾ ഒബ്ലിഗേറ്റ് അനൈറോബ്സ് എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ ഏതാണ്? പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കൈ ആണ് ഓക്സിജൻ ടോളറേറ്റ് ചെയ്യാത്ത ഒബ്ലിഗേറ്റ് അനൈറോബ്സ്. ഉദാഹരണത്തിന് പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കൈ മാഗ്നസ് ഉണ്ട്. പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കൈ അനൈറോബിയസ് പോലെയുള്ളവ ഈ വിഭാഗത്തിൽ വരുന്നതാണ്. നമ്മൾ ഇനി ഇതിനെ കുറിച്ച് ഒരക്ഷരവും മിണ്ടുന്നില്ല. സോ വാട്ട് വി ആർ ടോക്കിംഗ് ഈസ് അബൌട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. സോ ദീസ് ആർ എയ്റോബ്സ് ആയിരിക്കാം, എയ്റോബ്സ് ഓർ ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ്. ചിലപ്പോഴെങ്കിലും ഓക്സിജനിലും ജീവിക്കാം. ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ആയിട്ടുള്ളതാണ് മിക്കവാറും എല്ലാ സ്ട്രെപ്റ്റോകോക്കയും. ഓക്കെ, സോ ഇതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനം. സോ സ്ട്രെപ്റ്റോകോക്ക എന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നതെല്ലാം എയ്റോബ്സ് ഓർ ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി മൊത്തം ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എയ്റോബ്സ് ഓർ ഫാക്കൽറ്റേറ്റീവ് അനൈറോബ്സ് ഓഫ് സ്ട്രെപ്റ്റോകോക്ക നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഇനി ഹീമോലിസിസ് വെച്ചിട്ടാണ്. ഹീമോലൈസിസ് നടക്കുന്നുണ്ടോ ഇല്ലയോ? എവിടെയാണ്? അഗർനാഥാണ്. അഗർനാഥ് എന്താ ഉള്ളത്? 5% ഹോഴ്സ് ബ്ലഡ് ഉള്ള അഗറിൽ വെച്ച് കഴിഞ്ഞാൽ ഹീമോലൈസിസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ഗ്രൂപ്പുകളായിരിക്കും നമ്മൾ. സോ ഇപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോ ഹീമോലിസിസ് ഉണ്ടാകുന്നില്ല, അങ്ങനെ ഉള്ള ഗ്രൂപ്പിനാണ്. സോ അതിനെ നമ്മൾ ഗാമാ ഹീമോലൈസിസ് അല്ലെങ്കിൽ ഗാമാ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഗാമാ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. നോൺ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ. സോ ഇതിൽ ഉള്ളത് ഏതാണ്? ഇതിൽ ഉള്ളത് എന്ററോകോക്കൈ ആണ്. എന്ററോകോക്കൈ ഏതൊക്കെയാണ്? എന്ററോകോക്കൈ ഫേമസ് ഈസ് എന്ററോകോക്കൈ ഫീക്കാലിസ് ഉണ്ട്, ദെൻ ഫീസിയം പോലുള്ളവയാണ് ഇത്. അപ്പോൾ ഹീമോലിസിസ് ഇല്ലാത്ത ഈ ബാക്ടീരിയ എന്ററോകോക്കസ് ആണോ അല്ലയോ എന്നറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് 6.5% സോഡിയം ക്ലോറൈഡിൽ വളരുമോ ഇല്ലയോ എന്ന് നോക്കുക. ഇഫ്
ഇറ്റ് ഗ്രോസ്, വളരുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എൻട്രോകോക്കസ്, അത് എൻട്രോകോക്കയാണ്. വളരുന്നില്ലെങ്കിൽ ദാറ്റ് വിൽ ബി നോൺ എൻറ്ററോകോക്കൈ. സോ ഇതാണ് ഒരു ടെസ്റ്റ്. അടുത്തൊരു ടെസ്റ്റ്, ഇതൊന്നും സ്പെസിഫിക് അല്ല, വേറെ ടെസ്റ്റ് പിന്നെയും പല സ്ഥലത്ത് ഇത് പറയും. PYR അല്ലെങ്കിൽ പൈറോളിഡിനോയിൽ അമിഡേസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ്. ആൻഡ് ദിസ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ആണ്. സോ എൻട്രോകോക്കൈ ഈസ് PYR പോസിറ്റീവ് ആണ്. ആൻഡ് PYRനെ കുറിച്ച് നമ്മൾ വീണ്ടും പറയും. സോ മറ്റൊരു ടെസ്റ്റ്, വേറെ ടെസ്റ്റ് ബൈലിനകത്താണ്. ബൈൽ എഷ്കുലിൻ ടെസ്റ്റ് എന്നാണ് ഇതിന് പറയാം. ബൈൽ എഷ്കുലിൻ ടെസ്റ്റ്. ഇതിനകത്ത് എൻട്രോകോക്കൈ, നമ്മൾ അതിന് ഗ്രൂപ്പ് ഡി എന്നും പറയും, ഞാൻ എന്താണെന്ന് പിന്നീട് പറയാം. സോ എൻട്രോകോക്കൈ ഓർ ഗ്രൂപ്പ് ഡി വിൽ മേക്ക് ദ ബ്ലാക്കനിങ് ഓഫ് ദ മീഡിയം. ബൈൽ എഷ്കുലിനകത്ത് ബ്ലാക്കനിങ് ഓഫ് ദ മീഡിയം, ആ മീഡിയത്തിന്റെ കളർ ബ്ലാക്ക് ആകും എന്നുള്ളതാണ്. എൻട്രോകോക്കൈ അല്ലെങ്കിൽ ബ്ലാക്ക് ആവില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷനിൽ ദിസ് ലാൻസ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഞാനത് പുറകെ പറയുന്നുണ്ട്. ആ ലാൻസ്ഫീൽഡ് ഗ്രൂപ്പ് ഡി. സോ എൻട്രോകോക്കൈ ഈസ് ഗ്രൂപ്പ് ഡി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഗ്രൂപ്പ് ഡി സ്ട്രെപ്റ്റോകോക്കൈ ആണ്. എൻട്രോകോക്കൈ അതിലും കൂടി വരുന്നതാണ്. വിശദമായിട്ട് ഞാൻ പുറകെ പറയാം. ഇപ്പോൾ ബ്ലഡ് അഗറിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സെക്കൻഡ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് പാർഷ്യൽ ഹീമോലിസിസ് ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് നോ ഹീമോലിസിസ് ആണ്. ഇനി പാർഷ്യൽ ഹീമോലൈസിസ് നടക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നത്, അതിനെ നമ്മൾ വിളിക്കുക ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ ഇവിടെ ബ്ലഡ് അഗറിനകത്ത് ഒരു ബാക്ടീരിയൽ ഗ്രൂപ്പിന്റെ ചുറ്റും ബാക്ടീരിയ ഇപ്പം ഇങ്ങനെ വളരുകയാണെങ്കിൽ ചുറ്റും ഒരു ഹീമോലൈസിസ് ഉണ്ട്. ലൈസിസ് സോൺ ഒരു 1 to 2 millimeter വൈഡിലൊക്കെ ഉണ്ട്. പക്ഷെ ഇൻഡെഫിനിറ്റ് മാർജിൻ ആയിരിക്കും, ഒരു ക്ലിയർ കട്ട് ആയിരിക്കുന്ന ഒരു ഹീമോലൈറ്റിക് ഏരിയ ആയിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ കിട്ടുന്ന സ്ട്രെപ്റ്റോകോക്കൈ രണ്ട് തരമാണ്. ഒരു തരം ഇതും ഒരു തരം ഇതും. ആദ്യത്തെ തരം ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയാണ്. ന്യൂമോണിയെ എന്ന് നമ്മൾ അതിനെ വിളിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ആണ്. വിരിഡൻസ് ഗ്രൂപ്പ്. വിരിഡൻസ് സ്ട്രെപ്റ്റോകോക്കൈനകത്ത് പ്രധാനപ്പെട്ട വിരിഡൻസ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് സ്ട്രെപ്റ്റോകോക്കസ് മൈറ്റിസ് അതിനകത്ത് വരും. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് അതിനകത്ത് വരും. സ്ട്രെപ്റ്റോകോക്കസ് സലൈവാരിസ് എന്ന് പറയുന്നത് വരും. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് സാങ്ക്വിനിൻസിസ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. ദെൻ ആൻജിയോമോസസ്. സോ ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഗ്രൂപ്പിൽ വരുന്നതാണ് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ്. സോ ആൽഫ ഹീമോലിറ്റിക് ആണെങ്കിൽ ദാറ്റ് മീൻസ് കുറച്ച് ഹീമോലിസിസ് നടക്കുന്നുണ്ട്, പക്ഷേ ക്ലിയർ കട്ട് അല്ലെങ്കിൽ അത് തന്നെ രണ്ട് തരമാണ്. ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, രണ്ട് സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ്. സോ ദിസ് ഗ്രൂപ്പ് പാർഷ്യൽ ഹീമോലിസിസ് ഒരു ഗ്രീൻ കളർ സോൺ ഉണ്ടാക്കുക. ഗ്രീൻ കളർ സോൺ ഓഫ് ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. ഈ ഗ്രീൻ കളർ ഉണ്ടാകുന്നതിന് കാരണം ഹീമോഗ്ലോബിൻ ഈസ് കൺവേർട്ടഡ് ടു ബിലിവെർഡിനായിട്ട് മാറുന്നു. ബിലിവെർഡിനായിട്ട് മാറുന്നതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രീൻ കളർ ഉണ്ടാവും. ആൻഡ് ഈ ഉണ്ടാകുന്ന ഇത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് വിരിഡസ് ആണോ അതോ ന്യൂമോണിയ ആണോ എന്നറിയാനായിട്ട് നമുക്കൊരു രണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതറിയാൻ പറ്റും. വൺ ടെസ്റ്റ് ഈസ് കോൾഡ് ആസ് ഒപ്റ്റോച്ചിൻ. ഒപ്റ്റോച്ചിൻ എന്ന ഒരു കോമ്പൗണ്ടിനോട് റെസിസ്റ്റന്റ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് എങ്കിൽ അത് വിരിഡൻസ് ആണ്. ഇഫ് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് എന്ന് നമുക്ക് പറയാം. വേറെ ടെസ്റ്റ് ബൈലാണ്. ബൈലിനകത്ത് സോലുബിൾ ആണോ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ബൈൽ സോലുബിലിറ്റി. ബൈൽ സോലുബിലിറ്റി എന്ന് പറയുന്നത് വിരിഡൻസ് ഈസ് ഇൻസോലുബിൾ ഇൻ ബൈൽ ആണ്. ഇൻസോലുബിൾ ഇൻ ബൈൽ ദിസ് വൺ. അപ്പോൾ സോലുബിൾ ആയിരിക്കണം. സോലുബിൾ ആയിരിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ദിസ് വിരിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്യാപ്സുലേറ്റഡിനകത്ത് പറഞ്ഞെങ്കിലും ദിസ് ഈസ് നോൺ എൻകാപ്സുലേറ്റഡ് ആണ് വിരിഡൻസ് എന്ന് പറയാം. സോ വിരിഡൻസ് ആർ നോൺ എൻകാപ്സുലേറ്റഡ്. ക്യാപ്സുല ഇല്ല, പക്ഷേ ദിസ് ന്യൂമോണിയ ഈസ് എൻകാപ്സുലേറ്റഡ് ആണ്. എൻകാപ്സുലേറ്റഡ് ആണ് എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രധാനികൾ ഇതാണ്. ഇവിടെ ഹീമോലിസിസ് ഓഫ് ബ്ലഡ് അഗർ ഈസ് കംപ്ലീറ്റ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹീമോലൈസിസ് ഉണ്ടാക്കുന്നവയെ നമ്മൾ വിളിക്കുക. അതിന് നമ്മൾ വിളിക്കുക ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്നാണ് നമ്മൾ ഇതേ വിളിക്കുക. ഇതാണ് ഏറ്റവും ഫേമസ് ഗ്രൂപ്പ്. സോ അപ്പോൾ കോളനി ഇവിടെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഇവിടെ ഒരു കോളനി ഉണ്ടെന്നായിരിക്കുക. കോളനിയുടെ ചുറ്റുമായിട്ട് എ സോൺ ഓഫ് ഹീമോലൈസിസ് കാണാം. ആൻഡ് ഇറ്റ് ഈസ് ഷാർപ്ലി ഡിഫൈൻഡ് ആണ്. ഷാർപ്ലി ഡിഫൈൻഡ് അല്ലെങ്കിൽ ക്ലിയർ കളർലെസ് ആയിട്ടുള്ള ഒരു സോൺ ഏകദേശം 2 to 4 millimeter വൈഡ് ആയിട്ട് കാണുന്നവയാണ്. സോ അങ്ങനെ കാണുന്നവയാണ് ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് വിളിക്കുന്നത്. സോ ഇതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് സ്ട്രെപ്റ്റോകോക്കൈ ആണ്. ഏകദേശം ഒരു 20 ടൈപ്സ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 20 തരമാക്കി എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഒരു ബാക്ടീരിയ ആണെങ്കിൽ അതിന്റെ സെൽ വാൾ. സോ സെൽ വാളിനകത്ത് ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ആ കാർബോഹൈഡ്രേറ്റിന്റെ പേര് ഗ്രൂപ്പ് സി കാർബോഹൈഡ്രേറ്റ് എന്നാണ്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഗ്രൂപ്പ് സി കാർബോഹൈഡ്രേറ്റ് ഓൺ ദർ സെൽ വാൾ. ക്ലാസിഫൈ ചെയ്ത ആളുടെ പേര് റബേക്ക ലാൻസ്ഫീൽഡ് ആണ്. ലാൻസി ആണ്. CEFIELD ലാൻസ്ഫീൽഡ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത പുള്ളി A to V വരെ ക്ലാസിഫൈ ചെയ്തു. അതിനകത്ത് ഇല്ലാത്തത് I ഇല്ല, J ഇല്ല. ഐയും ജെയും ഒഴിച്ച് A to V എന്ന് പറയുമ്പോൾ ഒരു 20 ഗ്രൂപ്പ് അതിനകത്ത്
ഇതിനകത്തേക്ക് വരും. 20 തരമാക്കി തിരിച്ചിട്ടുണ്ട്. സോ ഇതിനാണ് നമ്മൾ ലാൻസ്ഫീൽഡ് ഗ്രൂപ്പ് എന്ന് പറയുക. ലാൻസ്ഫീൽഡ് ഗ്രൂപ്പ് ഓഫ് സ്ട്രെപ്റ്റോകോക്കൈ. അപ്പോൾ അത് തിരിച്ചിരിക്കുന്ന എ മുതൽ വി വരെയാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ ലാൻസ്ഫീൽഡ് എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെപ്റ്റോകോക്കൈ പയോജിനീസ് ആണ്. പയോജിനേസ് എന്ന് വിളിക്കുന്നതാണ്. സോ അതാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഗ്രൂപ്പ് ബിയോ. ഗ്രൂപ്പ് ബി ഈ സ്ട്രെപ്റ്റോകോക്കൈ തന്നെ അഗലാക്റ്റിയെ ആണ്. സോ ഇതാണ് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കൈ. ഇനി ഗ്രൂപ്പ് സി മുതൽ എ വി വരെ ഉണ്ട്. ഇപ്പൊ സിയും കൂടി ഞാൻ പറയാൻ ശ്രീ ഈസ് ഇക്യുസിമിലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. സോ അങ്ങനെ വി വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഏറ്റവും പ്രധാനം അതിനകത്ത് ഗ്രൂപ്പ് എ ദാറ്റ് ഈസ് പയോജൻസ് ആൻഡ് ഗ്രൂപ്പ് ബി ദാറ്റ് ഈസ് അഗലാക്റ്റിയെ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. ആൻഡ് ഈ സെൽവാളിലെ ഈ കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് സി കാർബോഹൈഡ്രേറ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയല്യൂട്ട് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. ലാൻസ്ഫീൽഡ് അങ്ങനെയാണ്. ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് എന്താണ് എക്സ്ട്രാക്ട് ചെയ്തത്. അതാണ് ലാൻസ്ഫീൽഡ് മെത്തേഡ്. ദെൻ ഫോർമമൈഡ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ദെൻ എൻസൈമാറ്റിക് മെത്തേഡ് വഴി എക്സ്ട്രാക്ട് ചെയ്യുന്നത് മാക്സ്റ്റഡ് മെത്തേഡാണ്. മറ്റേതിനെന്തോ ഒരു പേരുണ്ട്. ദാറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ഇതാണ് ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷനിൽ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് പലതരം കണ്ടുപിടിക്കുന്നു. 20 തരമാക്കി. സോ അപ്പോൾ നമുക്ക് മനസ്സിലായത് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ ആണ്. സ്ട്രെപ്റ്റോകോക്കൈ പയോജൻസ് എന്നൊക്കെ പറയുന്നത്. പയോജനീസ് എന്നൊക്കെയാണ് സാധാരണ ആൾക്കാർ പറയാം. സോ ഇവയുടെ സർഫസ് ഇനിയിപ്പോൾ പയോജനീസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് പയോജനീസ് ആണെന്ന് വിചാരിക്കുക. സ്ട്രെപ്റ്റോകോക്കസ് പാൻ ഇവിടെ സെൽ സർഫസിനകത്ത് ദർ ഇസ് എ പ്രോട്ടീൻ. നേരത്തെ കാർബോഹൈഡ്രേറ്റ് ആണ് പറഞ്ഞത്. ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീന്റെ പേരാണ് എം പ്രോട്ടീൻ. സോ പ്രോട്ടീൻ കോൾഡ് ആസ് എം പ്രോട്ടീൻ. ബേസ്ഡ് ഓൺ ദിസ് എം പ്രോട്ടീൻ ഈ ഇതിൽ മാത്രമുള്ള പ്രോട്ടീൻ. സോ എം പ്രോട്ടീൻ വെച്ചിട്ട് ഒരു ഏകദേശം 80 to 100 തരം സ്ട്രെപ്റ്റോകോക്കൈ പയോജിനീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ജീൻസ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് പയോജിനീസിനെ ക്ലാസിഫൈ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് ഗ്രിഫിത്ത് ക്ലാസിഫിക്കേഷൻ. സോ ഗ്രിഫിത്ത് ക്ലാസിഫിക്കേഷൻ സ്ട്രെപ്റ്റോജനീസ് പയോജിനീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് പയോജിനീസിന്റെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ എം പ്രോട്ടീൻ. ഈ എം പ്രോട്ടീൻ ആന്റിജൻ മാത്രമല്ല, അതിന്റെ പല വകഭേദങ്ങളുണ്ട്. ടി എന്ന് പറയുന്ന പ്രോട്ടീൻ, ആർ, അങ്ങനെയൊക്കെ പലതരം അതിനകത്തുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഗ്രിഫിത്ത് ക്ലാസിഫിക്കേഷൻ. സോ ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തരം ആക്കുകയാണ്. ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയെ നമ്മൾ 20 തരം ആക്കുകയാണ്. ഗ്രിഫിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എം പ്രോട്ടീൻ വെച്ചിട്ട് വിവിധ തരമാക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ആണോ. രണ്ടാമത്തെ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയെ ആണോ എന്നറിയാൻ എന്തൊക്കെ ടെസ്റ്റ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് ബാസിട്രാസിൻ സെൻസിറ്റീവ് ടെസ്റ്റ്. ബാസിട്രാസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് നമുക്കറിയാം. സോ ബാസിട്രാസിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ്. സോ പയോജനീസ് സെൻസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ അവിടെയുള്ള ബാക്ടീരിയ നശിച്ചു പോകും, ചത്തുപോകും. പക്ഷേ ദിസ് ഈസ് റെസിസ്റ്റന്റ് ആണ്. അഗലാക്റ്റിയ ഈസ് റെസിസ്റ്റന്റ് ടു ബാസിട്രാസിൻ. അതാണ് ഒരു ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് PYR ടെസ്റ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ടെസ്റ്റ് തന്നെയാണ്. പൈറോളിഡിനോയിൽ അരൈൽ അമിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ടെസ്റ്റിൽ നമ്മൾ നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പൈറോളിഡിനോയിൽ ബീറ്റാ നാഫ്തൈലമൈഡ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇടുന്നത്. അതിനെ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഒരു റെഡ് കളർ കോമ്പൗണ്ട് കിട്ടും. അതിനാണ് പോസിറ്റീവ് എന്ന് പറയാം. സോ ദിസ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഫോർ പയോജനേസ് ആൻഡ് ദിസ് ടെസ്റ്റ് ഈസ് നെഗറ്റീവ് ഫോർ അഗലാക്റ്റിയെ എന്ന് നമുക്ക് പറയാം. സോ അത് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി അഗലാക്റ്റിയ ഒരു പോസിറ്റീവ് തരുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അഗലാക്റ്റിയ ഈ CAMP എന്ന് പറയുന്നത് ഇത് 4 സയന്റിസ്റ്റിന്റെ പേരാണ്. നമ്മുടെ സൈക്ലിക് AMP ഒന്നും അല്ല. അഗലാക്റ്റിയ ഈ CMP ടെസ്റ്റ് പോസിറ്റീവ് ആണ്. പക്ഷേ ദിസ് ഈസ് നെഗറ്റീവ്. CAMPയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഹീമോലൈസിസ്. നെഗറ്റീവ് ഫോർ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഹീമോലൈസിസ് ഉണ്ടാവുന്ന സോൺ, ദ എൻഹാൻസ്മെന്റ് ഓഫ് സോൺ ഓഫ് ഹീമോലൈസിസ് ബിക്കോസ് ഓഫ് ദ CAMP ഫാക്ടർ. ഒരു ടിപ്പിക്കൽ ആരോ ഹെഡ് ഒരു പെക്യുലർ ഷേപ്പിലായിട്ട് അങ്ങനെ കിട്ടുന്നതാണ്. ഹീമോലൈറ്റിക് ഏരിയ കിട്ടുന്നതിനെയാണ് നമ്മൾ ദിസ് അഗലാക്റ്റിയക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത്. ദെൻ ഗ്രൂപ്പ് ബി അഗലാക്റ്റിയ തരുന്ന മറ്റൊരു ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് HHT ടെസ്റ്റ്. HHT മീൻസ് ഹിപ്യൂറേറ്റ് ആണ്. ഹിപ്യൂറേറ്റ് ഹൈഡ്രോളിസിസ് ടെസ്റ്റ് ആണ്. ഹിപ്യൂറേറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ നമുക്ക് ഹിപ്യൂറേറ്റ് ഒരു ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ വിൽ ടേൺ ടു പർപ്പിൾ കളറാണ്. ഗ്രീൻ ടു പർപ്പിൾ ആകുന്നതാണ്. സോ ദിസ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഫോർ അഗലാക്റ്റിയ വൈൽ ദിസ് ടെസ്റ്റ് ഈസ് നെഗറ്റീവ് ഫോർ സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം സ്ട്രെപ്റ്റോകോക്കസ് പയോജനീസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് അഗലാക്റ്റിയയുടെ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ്, അവ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അവ തമ്മിലുള്ള മീഡിയാസ്, ഇങ്ങനെയൊക്കെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ആയിരിക്കും പറയാം. പിന്നീട് നമുക്ക് അടുത്തടുത്ത ബാക്ടീരിയൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.